കുട്ടികളിൽ സാമൂഹ്യ ജീവിതം വളർത്തുക. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് 2K കുട്ടികൾ, 2000-ന് ശേഷം വന്നിട്ടുള്ള കുട്ടികൾ മദ്യം ഉപയോഗിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, പഠിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ പെരുമാറ്റ ദൂഷ്യമുണ്ട്. അങ്ങനെ വലിയ പരാതിയാണ് സമൂഹത്തിൽ. ഒരുപാട്, എല്ലാവരെയും കുറിച്ചല്ല എങ്കിലും പരാതിയുണ്ട്, ഭൂരിപക്ഷത്തെക്കുറിച്ച് പരാതിയുണ്ട്. ഇതൊക്കെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും? വളരെ പ്രധാനമാണ് സാമൂഹ്യ ജീവിതം കുട്ടികൾക്ക് കൊടുക്കുക. നമുക്ക് കുടുംബജീവിതമുണ്ട്, പഠന ജീവിതമുണ്ട്, വിദ്യാഭ്യാസ ജീവിതമുണ്ട്, തൊഴിലിൻ്റെ ജീവിതമുണ്ട്. ഇതുപോലെ പ്രധാനപ്പെട്ട സോഷ്യൽ ജീവിതം, സോഷ്യൽ ലൈഫ്, സാമൂഹ്യ ജീവിതം. എങ്ങനെയാണ് കുട്ടികൾക്ക് സാമൂഹ്യ ജീവിതത്തിൽ നമുക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക? നമ്മുടെ നാട്ടിൽ ഗ്രാമമാണെങ്കിലും നഗരമായാലും തൊട്ടടുത്തൊരു ലൈബ്രറി ഉണ്ടെങ്കിൽ അവിടെ അംഗത്വം എടുത്ത് കൊടുക്കുക. കുട്ടികൾ അവിടെ പോയി പഠിക്കട്ടെ, അവിടെ പോയി എല്ലാ പത്രങ്ങളും ഒക്കെ വായിക്കട്ടെ. അതുപോലെ തന്നെ വീട്ടിലും നാട്ടിലുമുള്ള എല്ലാ കല്യാണങ്ങൾക്കും എല്ലാ മരണങ്ങൾക്കും കഴിയുന്നത്ര ഈ കുട്ടികളെയും കൂടി എല്ലാ ഫംഗ്ഷനുകളിലും പങ്കെടുപ്പിക്കണം. റെസിഡൻസ് അസോസിയേഷൻ മീറ്റിംഗ് ഉണ്ടെങ്കിൽ കുട്ടികളെ അവിടെ കൊണ്ടുപോകണം. സകല സ്ഥലങ്ങളും കുഞ്ഞുങ്ങളെ കൂടി പങ്കെടുപ്പിക്കണം. അങ്ങനെ പങ്കെടുപ്പിക്കുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിലെ ജാതി, മതം, വർഗം, വർണ്ണം, പണ്ഡിതൻ, പാമരൻ അല്ലെങ്കിൽ സമ്പന്നൻ, ദരിദ്രനുള്ള ബോധത്തിനൊക്കെ ഒരു ഇടിവുണ്ടാവുകയും ഒരു സാമൂഹ്യ ജീവിയായി വളരുകയും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പഠിക്കുകയും ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുകയും ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ ഒന്നും പോകാതിരിക്കുകയും ചെയ്യും. അതൊരു വലിയ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ സ്കൂളുകളിൽ നല്ല പാഠം, സീഡ്, ഭൂമിത്രസേന, അതുപോലെ തന്നെ എക്കോ ക്ലബ്ബുകൾ, SPC, NCC, NSS, ധാരാളം സംഘടനകളുണ്ട്. ഒരു കുട്ടി ഒരു 2 സംഘടനയിലെങ്കിലും ചേർത്തേക്കുക. ആ കുട്ടികൾ അങ്ങനെ പോട്ടെ. ധാരാളം യാത്രകൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം. കുഞ്ഞു അസൈൻമെൻറ്റുകൾ കുട്ടികൾക്ക് കൊടുക്കണം. വീട്ടിലെ പാചകം കുട്ടികളെ പഠിപ്പിക്കണം. പൂന്തോട്ടം നനയ്ക്കാൻ പഠിപ്പിക്കണം. വസ്ത്രം കഴുകാൻ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പരമാവധി സാമൂഹ്യമായ ഇടപെടലിനുള്ള അവസരങ്ങൾ, മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടി ഇടപെടുവാനുള്ള അവസരങ്ങൾ, അത് കാണാനുള്ള അവസരങ്ങൾ, പഠിക്കാനുള്ള അവസരങ്ങൾ. ഇപ്പോൾ കല്യാണത്തിനൊക്കെ പല കല്യാണങ്ങൾക്കും കൊച്ചു കുട്ടികൾ വിളമ്പുന്നതൊക്കെ കാണാം ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ. തീർച്ചയായിട്ടും അവരറിയാതെ അവരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അവരുടെ ഒരു ആത്മവിശ്വാസം, ഒരു സമൂഹമായി ജീവിക്കാനുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ അതിനകത്ത് രൂപപ്പെടും. ഉത്സവങ്ങളിലെല്ലാം കുഞ്ഞുങ്ങളെ അതിൻ്റെ ഭാഗമാക്കണം. അപ്പോൾ ഏത് സാമൂഹ്യ ജീവിതമുണ്ടെങ്കിലും ആ സാമൂഹ്യ ജീവിതത്തിലെല്ലാം കുട്ടികളെ കൂടി, അത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ തമ്മിൽ ഭാഗമാക്കുക. ഒരിക്കൽ പറയുകയുണ്ടായിരുന്നു, പെൺകുട്ടികളോട് നന്നാവണമെന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു അമ്മയോട്, ഞങ്ങൾ നന്നായിക്കോളാം, പക്ഷെ ആൺകുട്ടികളോട് നന്നായി ജീവിക്കാൻ അല്ലെ നന്നായി പെരുമാറാനൊന്നും അമ്മ പറയൂ, പഠിപ്പിച്ചു കൊടുക്കൂ. അപ്പോൾ ആൺകുട്ടികളാണ് നന്നായി പെരുമാറണമെന്ന് പറയുന്ന ഒരു കഥയുണ്ട്, പെൺകുട്ടികളുമൊക്കെ. അപ്പോൾ അവരുടെ സോഷ്യൽ മിങ്കിളിംഗ് ഒക്കെ വളരെ പക്വതയുള്ളതാക്കിയെടുക്കാൻ ഈ സാമൂഹിക ജീവിതത്തിലൂടെ കഴിയും. അപ്പോൾ സാമൂഹ്യ ജീവിതത്തിനുള്ള പരമാവധി അവസരങ്ങൾ, സോഷ്യൽ ലൈഫിനുള്ള ഇടങ്ങൾ ഉണ്ട്. അത് കണ്ടെത്തി കുട്ടികളെ പരമാവധി അതിൽ പങ്കെടുപ്പിക്കുക.